ഇന്ത്യൻ സംഗീത മാന്ത്രികന് ഇന്ന് 54-ാം പിറന്നാൾ. ഇസൈപ്പുയൽ, മൊസാർട്ട് ഓഫ് മദ്രാസ് എന്നീ ഓമന പേരുകളിൽ അറിയപ്പെടുന്ന AR റഹ്മാൻ ഇന്ത്യൻ സംഗീത ലോകത്ത് ചരിത്രം കുറിച്ച അനേകം കലാകാരന്മാരിൽ ഒരാളാണ്. സംഗീതത്തിലൂടെ സ്വയം ചരിത്രമായി മാറിയ സംഗീത വിസ്മയമാണ് അല്ലാ രക്ക റഹ്മാൻ എന്ന AR റഹ്മാൻ. ഗായകൻ, സംഗീത സംവിധായകൻ, സംഗീത നിർമ്മാതാവ്, ഗാനരചയിതാവ് എന്നീ നിലകളിൽ അഗ്രഗണ്യനായ അതുല്യ പ്രതിഭ. മലയാളം, തമിഴ് ചലച്ചിത്ര സംഗീത സംവിധായകനായ RK ശേഖറിൻ്റെയും കരീമയുടെ മകനായി 1967 ജനുവരി 6 തമിഴ്നാട്ടിലെ മദ്രാസിലായിരുന്നു ജനനം. AS ദിലീപ് കുമാർ എന്നായിരുന്നു ആദ്യകാല നാമം. ബാല്യകാലത്ത് തന്നെ അച്ഛൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കീബോർഡ് വായിച്ചുകൊണ്ട് റഹ്മാൻ അച്ഛനെ സഹായിച്ചിരുന്നു. റഹ്മാൻ്റെ 9-ാം വയസ്സിലായിരുന്നു പിതാവിൻ്റെ മരണം. പിതാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ഇക്കാലയളവിൽ പഠനത്തിനൊപ്പം വരുമാനത്തിനായി ജോലിയും ചെയ്യേണ്ടി വന്നിരുന്നു റഹ്മാന്. ഇതിൻ്റെ ഫലമായി റഹ്മാന് ക്ലാസുകൾ നഷ്ടപ്പെടുകയും പരീക്ഷകളിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് സ്കൂളിലെ പ്രിൻസിപ്പൽ റഹ്മാനെയും അമ്മയെയും ശകാരിക്കുകയും പഠനത്തിൽ ശ്രദ്ധിക്കണമെന്ന് താക്കീതും നൽകി. തൊട്ടടുത്ത വർഷം റഹ്മാൻ മറ്റൊരു സ്കൂളിൽ പഠനം തുടർന്നു. സംഗീതത്തോടുള്ള റഹ്മാൻ്റെ അഭിരുചിയെ തുടർന്ന് അദ്ദേഹത്തിന് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു. ഈ സ്കൂളിൽ വെച്ച് തന്നെ മികച്ച സഹപാഠികൾക്കൊപ്പം ചേർന്ന് ഒരു സംഗീത ബാൻഡ് ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് സംഗീതവും പഠനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ അമ്മയുമായി ആലോചിച്ച് ഒടുവിൽ പഠനം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു റഹ്മാൻ. ഇക്കാലത്ത് ബാല്യകാല സുഹൃത്തുക്കൾക്കൊപ്പം റൂട്ട്സ് പോലുള്ള സംഗീത ട്രൂപ്പുകളിൽ അദ്ദേഹം കീബോർഡ് വായനക്കാരനായും ബാൻഡുകൾ സജ്ജീകരിക്കുന്നതിലും പ്രവർത്തിച്ചിരുന്നു. തുടർന്ന് ചെന്നൈ ആസ്ഥാനമായ നെമിസിസ് അവന്യൂ എന്ന റോക്ക് ഗ്രൂപ്പും റഹ്മാൻ സ്ഥാപിച്ചു. കീബോർഡ്, പിയാനോ, സിന്തസൈസർ, ഹാർമോണിയം, ഗിത്താർ തുടങ്ങിയ ഉപകരണങ്ങളിൽ പ്രാവീണ്യനായിരുന്നു അദ്ദേഹം. എങ്കിലും കൂടുതൽ ഇഷ്ടം സിന്തസൈസറിനോടായിരുന്നു. ഇതേപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയുക സംഗീതത്തിൻ്റെയും സാങ്കേതികതയുടെയും ഉത്തമ ഒത്തുചേരൽ എന്നാണ്. മാസ്റ്റർ ധനരാജിൻ്റെ കീഴിലായിരുന്നു ആദ്യകാല പരിശീലനം. 11-ാം വയസ്സിൽ പിതാവിൻ്റെ അടുത്ത സുഹൃത്തായ MK അർജുനൻ മാസ്റ്ററിൻ്റെ ഓർക്കസ്ട്രയിൽ പ്രവർത്തിച്ചിരുന്നു. അക്കാലത്ത് നിരവധി സംഗീതജ്ഞർ റഹ്മാൻ്റെ കുടുംബത്തിൽ നിന്നും പിതാവിൻ്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്കെടുത്തിരുന്നു. പിന്നീട് MS വിശ്വനാഥൻ്റെ ഓർക്കസ്ട്രയിൽ അംഗമായി. സക്കീർ ഹുസൈൻ, കുന്നക്കുടി വൈദ്യനാഥൻ, L ശങ്കർ എന്നിവർക്കൊപ്പവും അദ്ദേഹം സംഗീതം അവതരിപ്പിച്ചു. ശേഷം ലണ്ടനിലെ ട്രിനിറ്റി സംഗീത കോളേജിൽ സ്കോളർഷിപ്പോടെ പാശ്ചാത്യ ക്ലാസിക് സംഗീതത്തിൽ ബിരുദം നേടുകയും ചെയ്തു. ഈ സ്കൂളിൽ നിന്നു തന്നെ അദ്ദേഹം പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൽ ഡിപ്ലോമയും സ്വന്തമാക്കി. 23-ാം വയസ്സിലാണ് കുടുംബാംഗങ്ങൾക്കൊപ്പം റഹ്മാൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും അല്ലാ രക്ക റഹ്മാൻ എന്ന പേര് മാറ്റുകയും ചെയ്തത്. അച്ഛൻ്റെ സംഗീത പാരമ്പര്യമാണ് റഹ്മാനെ സംഗീത ജീവിതത്തിലേക്ക് വഴിതെളിച്ചത്. ആദ്യകാലങ്ങളിൽ ഇന്ത്യയിലെ വിവിധ ടെലിവിഷൻ ചാനലുകൾക്കും പരസ്യങ്ങൾക്കുമായി ജിങ്കിളുകൾ നിർവഹിച്ചുകൊണ്ടായിരുന്നു റഹ്മാൻ്റെ തുടക്കം. 1992 തൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് റഹ്മാൻ പഞ്ചത്താൻ റെക്കോർഡിംഗ് എന്ന പേരിൽ ഒരു റെക്കോർഡിംഗ് മിക്സിംഗ് സ്റ്റുഡിയോയും ആരംഭിച്ചു. പിന്നീട് ഈ സ്റ്റുഡിയോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചതും ആധുനികവുമായ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആയി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. 1992 മണിരത്നം സംവിധാനം ചെയ്ത റോജ എന്ന ചിത്രത്തിലൂടെയായിരുന്നു റഹ്മാൻ്റെ സംഗീത സംവിധാനത്തിലേക്കുള്ള ചുവടുവെപ്പ്. റോജയിലെ ചിന്ന ചിന്ന ആസൈ ഉൾപ്പെടെയുള്ള ഗാനങ്ങൾ അന്ന് ഹരമായി മാറിയിരുന്നു. ചിന്ന ചിന്ന ആസൈയായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചിട്ടപ്പെടുത്തിയ ഗാനം. റോജയ്ക്ക് ശേഷം മോഹൻലാൽ നായകനായ യോധ എന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധാനമാണ് അദ്ദേഹം നിർവഹിച്ചത്. യോധയായിരുന്നു മലയാളത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ച അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ചിത്രവും. ശേഷം ബോംബെ, ഇരുവർ, മിൻസാരക്കനവ്, ദിൽസേ, താൽ, ലഗാൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ സംഗീത മികവ് ലോകം ആസ്വദിച്ചു. ബോംബെയിലെ ഉയിരേ ഉയിരേ, റോജയിലെ പുതുവെള്ളൈ മഴை, മിൻസാരക്കനവിലെ വെണ്ണിലവേ, കണ്ടുകൊണ്ടെനിലെ എങ്കേ എനത് കവിതൈ, അലൈപ്പായതിലെ പച്ചൈ നിറമേ,
താലിലെ താൽസ് താൽ, സ്ലം ഡോഗ് മില്യണറിലെ ജയ് ഹോ, ജോധ അക്ബറിലെ കോജ മേരി കോജ, ദിൽസയിലെ ദിൽസേ രേ, ലഗാനിലെ രാധാ കൈസേ ന ജലെ എന്നീ ഗാനങ്ങളാണ് AR റഹ്മാൻ്റെ മികച്ച 10 എവർഗ്രീൻ ഹിറ്റുകൾ. ഭാഷയുടെ അതിർവരമ്പുകൾ മറികടന്നാണ് അദ്ദേഹം നിരവധി ഗാനങ്ങളുടെ ഭാഗമായത്. നിരവധി പ്രമുഖ സംഗീതജ്ഞർക്കൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടികളും ഏറെ ശ്രദ്ധേയമാണ്. സംഗീത മേഖലയിലെ മികച്ച സംഭാവനകൾക്ക് നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. സ്ലം ഡോഗ് മില്യണയർ എന്ന ഹോളിവുഡ് ചിത്രത്തിലൂടെ 2 ഓസ്കാർ പുരസ്കാരങ്ങളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. കൂടാതെ ബാഫ്റ്റ പുരസ്കാരം, 2 ഗ്രാമി അവാർഡ്, 6 ദേശീയ പുരസ്കാരങ്ങൾ എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചു. പത്മശ്രീയും പത്മഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു.